ചെറിയൊരു വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. നമുക്ക് ഇന്ന് ഞാൻ വീഡിയോ ഇറക്കുന്ന ദിവസം ആഗസ്റ്റ് 3-നാണ്. എന്തായാലും പാല ഏരിയയിലേക്ക് എന്തായാലും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പോകാൻ പറ്റില്ല. കാരണം ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ പെട്ടതാണ്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിലെ സ്ഥലമാണ്. അപ്പോൾ തൊട്ട് താഴത്തെ വീട് വരെ വെള്ളം കയറി. പിന്നെ രണ്ട് സൈഡിൽ റോഡുണ്ട്, രണ്ട് ഏരിയയിലായിട്ട്. അപ്പോൾ രണ്ട് സൈഡിലെ റോഡിലും എൻ്റെ മൂന്നാൾ പൊക്കത്തിനായിരുന്നു വെള്ളം ഓഗസ്റ്റ് 1-ന്. രണ്ടിനായപ്പോഴത്തേക്കും ഏകദേശം അരയപ്പം വെള്ളമുണ്ട്. ആ ഫുട്ടേജ് ഇതിലുണ്ട്. ഞാൻ അതുവഴി നടന്ന് എന്തായാലും ചാർജ് കുത്തിയിടാൻ വേണ്ടി നമുക്ക് ഓപ്പോസിറ്റ് അക്കരെ ഭാഗത്തേക്ക് പോകണം. കാരണം ഈ ഏരിയയിൽ പോസ്റ്റ് പരിപാടി എല്ലാം ഒടിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ റീചാർജ് കറണ്ട് പരിപാടി, കറണ്ടിൻ്റെ കാര്യം ഏകദേശം ഗോവിന്ദയാണ് ഇവിടെ. ഇതിപ്പം താഴത്തെ വീടിൻ്റെ ബാക്ക് ഏരിയ ആണ്. ബാക്കിലിപ്പോൾ ഈ കോഴിക്കോടൊക്കെ ഈ വെള്ളത്തിനകത്ത് കിടക്കുന്നുണ്ടോ, ആ ഏരിയ വരെ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ സത്യം പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന് വരാറ് ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കയറി വരുന്നത്. വീട്ടിൻ്റെ ഫ്രണ്ട് വരെ കയറി വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഏകദേശം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അങ്ങേയറ്റത്ത് കാണുന്ന തോട്ടം, ആ തോട്ടത്തിൻ്റെ ഏരിയയിലേക്കൂടെയാണ് നമ്മുടെ ഈ റോഡൊക്കെ പോകുന്നത്. റോഡ് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ. ഇതിപ്പം രാവിലെ എണീറ്റ് നല്ല തണുത്ത് വിറച്ച് 7 മണിയാകുമ്പോൾ എണീറ്റതാണ്. 7 മണിയാകുമ്പോൾ എണീറ്റപ്പോൾ നല്ല വെടിക്കെട്ട് മഴ. അതറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെള്ളപ്പൊക്കം സ്റ്റാർട്ടായി. മറ്റേതാണ് ഉരുളുപൊട്ടി. നമ്മുടെ ഈരാറ്റുപേട്ട, പാല ഈരാറ്റുപേട്ട ഏരിയയിൽ, തീക്കോയി ഏരിയയിൽ ഉരുളുപൊട്ടീൻ്റെ വെള്ളമാണ് ഫുള്ള് ഇങ്ങോട്ട് കയറിയത്. ഒറ്റയടിക്ക് വെള്ളം പൊങ്ങി ഒറ്റ ദിവസം കൊണ്ട് സംഭവം. പക്ഷേ ഈരാറ്റുപേട്ട ഏരിയയിൽ വൻ നാശനഷ്ടമായിരുന്നു. മുഴുവൻ ഭയങ്കര അലമ്പായി. കുറേ കടക്കാർക്കും കുറേ വീട്ടുകാർക്കൊക്കെ വൻ നഷ്ടങ്ങളും, അത്യാവശ്യം നഷ്ടങ്ങളുടെ കോടികളുടെ നഷ്ടങ്ങൾ വേണമെങ്കിൽ പറയാം. അത്രയും നഷ്ടങ്ങളുണ്ടായി. ഭയങ്കര ഇഷ്യൂ ആയിരുന്നു ഇവിടെ സത്യം പറഞ്ഞാൽ. ഇതിപ്പം നമ്മുടെ വീട്ടിലെ ചേട്ടൻ എന്തായാലും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളം ഇറങ്ങി പോകുന്നില്ല. അപ്പം വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പൊട്ടിയില്ല, വെള്ളം വരത്തേ ഉള്ളൂ, വരവായിരിക്കും. അതുകൊണ്ടാണ് വീട്ടിലുള്ള വണ്ടികളെല്ലാം എടുത്ത് പതിയെ വെളിയിലോട്ടാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ വണ്ടിയുണ്ട് പുള്ളിക്കാരൻ പതിയെ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ പതിയെ വെളിയിലോട്ടാക്കി. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി സഹായിച്ച് വീടിൻ്റെ പുറകിൽ മറ്റേ നമ്മുടെ കൃഷിക്കുള്ള വളത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒത്ത് കൈയെല്ലാം കൂടി വെച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി മാറ്റി വൻ സെറ്റിലൊക്കെ ആക്കി അത്യാവശ്യം എളുപ്പമുള്ള പരിപാടികളൊക്കെ ആക്കി. പിന്നെ പതിയെ അപ്പൻ്റെ കൂട്ടുകാരൻ എല്ലാവരും കൂടെയൊക്കെ വന്ന്, നാട്ടുകാരെല്ലാം കൂടി വന്ന് പതിയൊരു വള്ളമൊക്കെ ഇറക്കി. വള്ളമുണ്ട് ഇവിടെ, ഓരോരുത്തരുടെ വീട്ടിൽ അത്യാവശ്യം വള്ളമൊക്കെ മച്ചിൻ്റെ മേളിൽ കാണും ഈ വെള്ളപ്പൊക്ക സമയത്ത് ഇറക്കാൻ വേണ്ടി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നേരെ വള്ളത്തിൽ കയറി അക്കരയ്ക്കൊരു എടുത്തങ്ങ് പിടിച്ചു, നേരെ അങ്ങ് പോയി. സംഭവം ഇനി അക്കരയിലേക്കൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്കിവിടെ എന്തായാലും വണ്ടി എന്ന് പറയുന്ന സാധനം ഈ അകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ ഏരിയ ആ ഏരിയയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങുന്ന കാര്യം അസാധ്യമാണ്. വേണേ ഇറങ്ങാൻ പറ്റൂല. ആ ഏരിയ നമുക്ക് റോഡിലേക്ക് പോകാനും പറ്റത്തില്ല, കടകളൊന്നും തുറക്കാനും പറ്റത്തില്ല. കാരണം കടകൾക്കുള്ളിൽ തന്നെ വെള്ളം കയറും. കാരണം റോഡിൽ തന്നെ എൻ്റെ മൂന്നാൾ പൊക്കത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ അറിയാലോ. ഇച്ചിരി റോഡിൻ്റെ സൈഡിൽ ഒരു തട്ടിൻ്റെ മേടി വെച്ചേക്കുന്ന കടകളാണ് പലതും ഉള്ളത്. അതിനകത്ത് വരെ വെള്ളം കയറുമ്പോൾ എന്തുമാത്രം വെള്ളമാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് അറിയില്ല. ഇവരെന്തായാലും നൈസായിട്ട് അത്ര എന്തായാലും സ്കൗട്ടൊക്കെ ചെയ്തിട്ട് വരാമെന്നൊക്കെ ചേർത്ത് നൈസായിട്ട് വള്ളത്തിൽ കയറി പോയി. ഇതാണ് വീടിൻ്റെ ബാഗ്. ഇപ്പോൾ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ നോക്കിയ ഫുട്ടേജിൽ ഇങ്ങോട്ട് കോഴിക്കോടിൻ്റെ താഴെ വരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ കോഴിക്കോട് മൂടാറായി നിൽക്കുകയാണ്. അതുപോലെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വരവ് വെള്ളമാണ്. ഇപ്പോൾ അവർ നിൽക്കുന്ന ഏരിയയിലാണ് ഈ തോട്, ചെറുതോട് ആ ഏരിയ വരും. പിന്നെ അങ്ങേയറ്റത്ത് കാണുന്ന ഈ ഇല്ലി വലിയൊരു മരം നിൽപ്പുണ്ട്, അവിടെയാണ് തോട് വരിക. തോടൊന്നും ഇല്ല ഇവിടെ സത്യം പറഞ്ഞാൽ. തോടൊന്നും വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ തോടേതാ ശരിക്കും റോഡ് ഏതാണെന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ റോട്ടിലേക്ക് ഇറങ്ങി. റോട്ടിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു റോഡ്, പിന്നെ റൈറ്റിലൊരു റോഡുണ്ട്. അത് ഒത്തിരി നടക്കണം, വെള്ളത്തിൽ കൂടെ ഒക്കെ ആയിരിക്കും നടക്കേണ്ടി വരിക. അത് വൻ മുത്തിക്കൊണ്ടാണ് തിരിച്ച് നടക്കുമ്പോൾ ഭയങ്കര കാല് കട്ട് കഴിക്കത്തില്ല. വെള്ളത്തിൽ കടത്ത് തന്നെ നടന്ന് കണ്ടിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ വരും. ഇതിപ്പോൾ ആദ്യത്തെ റോഡാണ്. ഈ ആദ്യത്തെ റോഡിൽ നിന്ന് ഞാൻ മെയിനായിട്ട് പെയ്യുന്ന റോഡ്. അപ്പം ഈ റോഡ് ഇറങ്ങുന്ന വഴി ഇവിടെ വരെ വെള്ളം വന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സത്യം പറയും. തൊട്ട് താഴെ അവിടെ ഒരു പോസ്റ്റ് വെക്കുന്നുണ്ട്. ആ പോസ്റ്റിൻ്റെ അവിടം വരെയാണ് വെള്ളം മാക്സിമം എങ്ങനെ പോയാലും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ജനിച്ചിട്ടില്ല അവിടെ. അപ്പോൾ ഇത് എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് സത്യം പറയാലോ. എൻ്റെ മോനെ ഇതുപോലെ ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കമാണ് ഇപ്രാവശ്യം വരാനിരിക്കുന്നതെന്ന്. അത് ആ ഉരുള് പൊട്ടിയോണ്ട് മാത്രമാണ് ഇത്രയും. നമ്മൾ പതിയെ നേരെ ചാടി അവിടുത്തെ മതിലങ്ങ് വലിഞ്ഞു കയറി. സംഭവം എന്തായാലും നമുക്ക് മുഴുവൻ എന്തായാലും വീഡിയോയിൽ കാണിക്കണമല്ലോ. അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി നേരത്തെ ചാടി. ഇതൊരു ജംഗ്ഷനായിട്ട് വരും. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പള്ളി ഏരിയയിലേക്ക് പോകുന്നതാണ് സ്ട്രെയിറ്റ് അങ്ങോട്ടുള്ള റൂട്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭരണങ്ങാനം പാല ഇങ്ങനെ പോകണമെങ്കിൽ ഈ ലെഫ്റ്റ് വഴി കൂടെ പോകണം. പക്ഷേ ലെഫ്റ്റ് വഴി എന്തായാലും വെള്ളപ്പൊക്കത്തിൽ അറിയാമല്ലോ, ഇത് ഈ പരമ്പി വരെ ഇവിടെ തട്ടെന്ന് പറഞ്ഞാൽ വൻ പൊക്കത്തിലാണ് ഇത് അറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ രണ്ടാൾ വെള്ളമുണ്ട് ഈ ഏരിയയിൽ തന്നെ. ഇപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ അങ്ങേയറ്റത്തായിട്ട് വരും ഈ പാലം എല്ലാം കൂടി. അവിടെ തന്നെ എൻ്റെ മൂന്നാൾ വെള്ളം വന്നിട്ടുണ്ട്. അങ്ങേയറ്റത്ത് കാണുന്നതാണ് ഈ പാലം ബ്രിഡ്ജ് പരിപാടിയൊക്കെ വരുന്നത് അവിടെ.
എന്തായാലും വള്ളം എടുത്തതല്ലേ, അമ്മയ്ക്ക് എന്തായാലും വള്ളത്തിൽ കയറണം എന്നൊരു ആഗ്രഹം തോന്നി. അമ്മേനെ കൊണ്ട് നേരെ വള്ളക്കാർ തുഴയുന്നിടത്തേക്ക് പോയി. ചേട്ടന്മാരൊക്കെ ഇവിടെ കിടന്ന് വെള്ളത്തിൽ തുഴഞ്ഞ് ഇവിടെ ആഘോഷിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ വെള്ളത്തിൽ ചാടാൻ കൊള്ളൂല, ഈ വരവ് വെള്ളമായതുകൊണ്ട് ഫുള്ള് ചെളി അഴുക്കായിരിക്കും. ചൊറിയത്തേ ഉള്ളൂ, വെറുതെ ചാടി ചൊറിയത്തേ ഉള്ളൂ. ഇന്ന് ഓഗസ്റ്റ് 3, ഇന്ന് എല്ലാവരും അത്യാവശ്യം നല്ല തെളിവെള്ളമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും എടുത്ത് ചാടും. സത്യം പറഞ്ഞാൽ ഇന്ന് അത്ര വെള്ളമില്ല, റോഡിൽ ഏകദേശം ഒരു മുട്ടപ്പം വെള്ളം കാണും ഇന്നത്തെ ഒരു ദിവസം. അമ്മയ്ക്ക് എന്തായാലും വെള്ളത്തിൽ കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അമ്മ എന്തായാലും വെള്ളത്തിൽ കയറി. നമ്മൾ പിന്നെ വിടുവോ, നമുക്ക് കണ്ടിരുന്നാൽ പിന്നെ ഒരു കൊതി വരുമല്ലോ. നേരെ ചാടി വെള്ളത്തിലേക്ക് കയറി. വെള്ളത്തിലേക്ക് കയറി നമ്മുടെ ചേട്ടായി നമ്മളെയും കൊണ്ട് നേരെ അങ്ങ് തുഴഞ്ഞ് അത്യാവശ്യം ക്യാമറയൊക്കെ പിടിച്ചാണ് കയറിയിരുന്നത്. ക്യാമറ പിടിച്ചിട്ട്, ക്യാമറയല്ല ഫോണാണ് സത്യം പറഞ്ഞാൽ ബലം പിടിച്ചാണ് വെച്ചിരുന്നത്. സാധനങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ഇത് പറമ്പാണ്, പറമ്പിനകത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. മുഴുവൻ ചെളിവെള്ളമാണ്, കാണാൻ കൂടി പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മുറുക്ക പിടിച്ചിരുന്നാണ് വീഡിയോ പിടിച്ചത്. എന്തായാലും ചാടുന്നില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വീഡിയോ റെക്കോർഡിങ് എന്തെങ്കിലും മാത്രമേ നടക്കുകയുള്ളൂ. ഇത് അങ്ങേറ്റത്തൊരു വീടൊക്കെ ഉണ്ടോ, അതിൻ്റെ മുറ്റം വരെ അത് ഇച്ചിരി പൊക്കി പണിതേക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു ഇഷ്യൂ വന്നില്ല എന്തോ ഭാഗ്യത്തിന്. അപ്പോൾ ഇവിടം വരെയാണ് ഓഗസ്റ്റ് 3 വരെയുള്ള കാഴ്ചകൾ. ഇനി ഓഗസ്റ്റ് 2, അതായത് സെക്കൻഡ് വെള്ളപ്പൊക്കം കഴിഞ്ഞുള്ള ഏരിയയാണ് നമ്മൾ ആദ്യമേ കാണിച്ച ഫുട്ടേജിലുള്ള ഏരിയയാണ്. ഈ മുങ്ങിക്കിടന്ന ഏരിയയാണ് ഇപ്പോൾ കാണുന്നത്. ആ കോഴിക്കോട് കിണറ്റിൽ അതൊക്കെ തെളിഞ്ഞു, ഇപ്പോൾ തൊട്ട് താഴെ വരെ ഉള്ളൂ വെള്ളം. അപ്പോൾ ഇവിടം വെള്ളം കയറിയത് തന്നെ മനസ്സിലായാലും എന്തുമാത്രമായിരുന്നു ഓഗസ്റ്റ് 1 ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം എന്ന്. ഇതിപ്പോൾ ആ കിണർ പോലും കാണത്തില്ലായിരുന്നു. ഇന്നലെ ആ കിണറില്ലായിരുന്നു. പിന്നെ അതെ ഈ ഇരിക്കുന്ന ആ മരം കാണുന്നതാണ് തോട്. ആ തോടിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ സൈഡിൽ ഉള്ളിലാണ് ആ വലിയ മരം ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഏകദേശം 4-5 ആൾ, എൻ്റെ 4-5 പൊക്കത്തിന് വെള്ളം കാണും. അത് ഓൾറെഡി ഉണ്ട്. ആ തോട് നല്ല താഴ്ചയിലിരിക്കുന്നത്, അതിലും മുകളിലാണ് വെള്ളം വരുന്നത്. ഇന്നലെ കണ്ട റോഡ് അതൊക്കെയാണ് മോനെ സീൻ. ഇത് കണ്ടോ, ആ പോസ്റ്റൊക്കെ ഇന്നലെ വെള്ളത്തിലായിരുന്നു. ഇപ്പോഴും ആ പറമ്പിലൊക്കെ വെള്ളമുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ഓഗസ്റ്റ് 3 സെയിം അവസ്ഥ തന്നെ. വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല, മഴ നിന്നിട്ടില്ലായിരുന്നു. മഴ നിൽക്കാതെ ഇങ്ങനെ അടിച്ചിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, ഇതിപ്പം മഴ നിന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും വെള്ളം ഇപ്പോഴും നിൽപ്പുണ്ട്. എന്തായാലും എനിക്ക് അക്കരെ ഭാഗത്ത് പോയാലേ ചാർജ് ഉള്ളൂ. അവിടെ വേറെ ലൈൻ വരുന്നതുകൊണ്ട് അവിടെ പോസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കറണ്ടുണ്ട് ആ ഏരിയയിൽ. അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ വേണം നടന്നു പോകാൻ. കാരണം ഞാൻ ഒരു മുട്ടോളം വെള്ളമാണ് പ്രതീക്ഷിച്ചത്. എൻ്റെ മുട്ടിൻ്റെ മേളിലുണ്ടായിരുന്നു. ഞാൻ തൊട്ടപ്പുറം ആ സൂം ചെയ്ത് കാണിക്കുന്ന ഏരിയയില്ലേ, പാലത്തിൻ്റെ അപ്പുറം മുട്ടിൻ്റെ മേളിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിക്കറും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ നടന്ന് ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. ആ വഴിയാണ് നമ്മുടെ ഭരണങ്ങാനം പാല പോകാനുള്ള റൂട്ട് വരിക, വലിയൊരു മെയിൻ റോഡ്. അവിടെ വരെ വെള്ളമാണ്, ഫുൾ ലോക്ക്ഡാണ്. സത്യം പറഞ്ഞാൽ വണ്ടിയൊന്നും പോകില്ല ഈ ഏരിയയിൽ കൂടെ. ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റില്ല. വണ്ടി പകുതി കഴിയാൻ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചപ്പാത്തേരിയിലുണ്ട്. അപ്പോൾ വെള്ളം കയറി വെള്ളം കയറി അവിടെ കിടക്കത്തേ ഉള്ളൂ വണ്ടി, അത് പണിയാണ്. പിന്നെ എന്തായാലും ഇവിടെ നമ്മുടെ ഒരു ഫാക്ടറി ഉണ്ട്, അപ്പോൾ കട്ടക്കളം ഫാക്ടറി ഉണ്ട്. അപ്പം ഹോളോബ്രിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അവിടുത്തെ നമ്മുടെ ബംഗാളി അണ്ണന്മാരൊക്കെ ഇറങ്ങി വന്നിട്ട് ഇവിടെ വേസ്റ്റ് എല്ലാം കൂടി തെളിയിക്കണം. പാലത്തിൽ മുഴുവൻ വന്ന് വേസ്റ്റ് മുഴുവൻ കെട്ടിക്കിടക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്ന് വേസ്റ്റ് എല്ലാം കൂടി തെളിച്ച് അവിടെ അത്യാവശ്യം ക്ലീനാക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. ഞാൻ രാവിലെ ഒന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം 7 മണി 7:30 ടൈമായി കാണും രാവിലെ. ഇന്നലെ എൻ്റെ 2 ആൾ പൊക്കത്തിന് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ ഇവിടെ എന്താ അവസ്ഥയായിരുന്നു. ഈ മതിലൊന്നും കാണാൻ പറ്റില്ല. ഈ വീട്ടിനകത്തൊക്കെ എന്തായാലും വെള്ളം കയറിയിട്ടുണ്ട് ഇന്നലെ. പിന്നെ അവിടെ ഒരു വീടുമുണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ ആ ഏരിയയിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് ഫുള്ള് ഏകദേശം 3/4 മൂടും. അവിടെ ഉള്ളവരെന്തായാലും മുൻകൂട്ടി എന്തായാലും വേറെ ഇവിടെ അടുത്ത് നമുക്കൊരു സ്കൂളുണ്ട്, അപ്പോൾ സ്കൂളിലെ ക്യാമ്പിലേക്കാണ് പതിയെ മാറുക. അത് കേട്ടോ, തൊട്ട് മുകളിൽ അമ്പലമുണ്ട്. അതിൻ്റെ അമ്പലത്തിലെ 6 മണിക്കത്തെ പാട്ടാണ് കേൾക്കുന്നത്. അമ്പലത്തിൻ്റെ എന്തായാലും അകത്തേക്ക് കയറുമല്ലോ വെള്ളം. ആ ഫ്രണ്ട് മുറ്റം വരെ ആയിരിക്കും വരിക വെള്ളം. ഞാൻ അവിടെ നിന്നും കൊണ്ട് ഒരു സ്റ്റില്ലെടുത്ത് കാണിച്ചത്. ഇതിപ്പോൾ ഏകദേശം എൻ്റെ മുട്ടിൻ്റെ ഒപ്പം വെള്ളമാണ് ടോട്ടൽ. ഫുള്ള് തന്നെ സീനായിരുന്നു. ആ ഇല്ലിയൊക്കെ കാണുന്നു, ഇല്ലിയും മരങ്ങളൊക്കെ കാണുന്ന അതിൻ്റെ ഇടയ്ക്കാണ്, അതിൽ കൂടിയാണ് നമ്മുടെ ഈ തോടെന്ന് പറയുന്ന സാധനം പോകുന്നത്. ഇവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ തോടാണ്. ആ വീട്ടിൽ ഇപ്പം ആ സ്റ്റെപ്പ് വരെയാണ് വെള്ളം കയറി നിൽക്കുന്നത്. ആ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് ഇന്നലെ എന്തായാലും ആ മേൽക്കൂര വരെ എന്തായാലും വെള്ളം കാണും. അതുപോലെ വെള്ളമായിരുന്നു ഇന്നലെ ഉരുൾ പൊട്ടിയതിൻ്റെ ഇതും കൂടെ ആയപ്പോൾ കുറേ വന്നിരുന്നു വെള്ളം. നിങ്ങൾക്ക് എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു പാട്ട് കേൾക്കാം. രാവിലെ 7 മണി 7:30 എന്ന് പറഞ്ഞില്ലേ, അമ്പലത്തിലെ പാട്ടാണ്. തൊട്ട് മേളിൽ അമ്പലമാണ് ഇവിടെ. ഈ അമ്പലത്തിൽ നല്ല താമരയൊക്കെ വളർന്നുകൊണ്ടിരുന്ന കുളം, ആ കുളത്തിൽ വരെ ചെളിയും കയറി ഫുള്ള് അലമ്പായി ഇവിടെ. ഇതാണ് നമ്മുടെ ഇന്നലെ കണ്ട വീടിൻ്റെ ഫ്രണ്ട്. എൻ്റെ മോനെ, അപ്പോൾ എന്തുമാത്രം വെള്ളം ആലോചിച്ച്